എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗെയ്സ്, നമ്മൾ രാവിലെ എണീറ്റപ്പം നമ്മുടെ മുമ്പിൽ ഒരു ഭീകര സത്വത്തിനെയാണ് കാണുന്നത്. എന്ത് ചെയ്യും ഗെയ്സ് നമുക്ക് ആ ഭീകര സത്വത്തിനെ അടിച്ചിടാനായിട്ട്? എന്തായാലും നമുക്ക് കുറച്ച് വെപ്പൺ എൻ്റെ കയ്യിലുണ്ട്. AK-47 പിന്നെ ഒരു മിസൈലും ഒക്കെ ഉണ്ട്. എന്തായാലും മിസൈലെടുത്ത് യുവമാരെ അടിച്ചു തീർക്കുന്നതായിരിക്കും മെയിൻ പരിപാടി. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ മിസൈലെടുക്കാം. നമ്മൾ നേരെ നമ്മുടെ മിസൈലെടുത്തിട്ട് അടിച്ചിടുവാണ് ഗൈസ്. എന്തായാലും ഗൈസ്, നമ്മൾ മിസൈലെടുത്ത് നേരെ അടിച്ചിടുവാണ് ഇവന്മാർ വല്ലാത്ത ജാതി സീനാണ്. എന്തായാലും വലിയ സീനൊന്നും ഇല്ല, ഇവന്മാരെ അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ ഈസി പീസി ആയി അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇവിടെ കുറേ അവന്മാർ കാണും, എനിക്കറിയാം. എന്തായാലും നമുക്ക് തട്ടിയേ പറ്റൂ എല്ലാത്തിനെയും. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. നമ്മുടെ റോഡ് ടു 100 ആവാനുള്ളതാണ്. എന്തായാലും കാണുന്നവർ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തായാലും പിന്നെ ലൈക്കും അടിച്ച് സപ്പോർട്ട് ചെയ്യുക. ഇന്നലത്തെയൊക്കെ സപ്പോർട്ട് വളരെ കൊള്ളായിരുന്നു. എന്തായാലും കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാൻ കിടു വീഡിയോ ഇട്ട് തരാം നിങ്ങൾക്ക് വേണ്ടി. ഗായ്സ്, നമുക്ക് ഇവിടെയായിട്ട് കുറേ ഭീകര സത്വങ്ങളാണ് ഉള്ളത്. എന്തായാലും നമുക്ക് എല്ലാ സത്വത്തിനെയും അടിച്ചിടണം. എല്ലാ സത്വത്തിനെയും നമ്മൾ അടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലെന്നാണ് തോന്നുന്നത്. എന്തായാലും എല്ലാത്തിനെയും തട്ടി വരുമ്പോഴത്തേക്ക് ഒരു വിധമാകും ഗെയ്സ്. അമ്മേ, യുവമാർ സീനാണ് കേട്ടാ ഗെയ്സ്. കുറച്ച് നാൾ കൂടെ ഇന്ന് ഇവന്മാർ ടെററായി മാറാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് ഗായ്സ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വണ്ടി എടുത്ത് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാട്ടാ. നമ്മുടെ സുപ്രയുടെ കളർ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട്, റെഡാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഗെയ്സ്, നമ്മുടെ വണ്ടി എടുത്ത് നേരെ പോവാട്ടാ കത്തിച്ച്. ഗെയ്സ്, നമ്മളെന്തായാലും കത്തിച്ച് വിടുവാണ്. എന്തായാലും പെവറായി കത്തിച്ച് വിടണം. നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിലോട്ട് പെട്ടെന്ന് വിടാട്ടാ. എന്താ നമ്മൾ നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിലോട്ട് കത്തിച്ച് വിടുവാണ് കേട്ടാ. എന്തായാലും ഗെയ്സ്, നമുക്ക് ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് പോവാട്ടെ ഗെയ്സ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ പോവട്ടെ, നമ്മുടെ അകത്തോട്ട് കയറി ലെസ്റ്ററിനോട് ചോദിക്കാം എന്തോ പരിഹാരമെന്ന്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം. കേസ്, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞു ഇവിടെ ഹ്യൂമൻ ലാബിൽ ഒരു എക്സ്പെരിമെൻ്റ് നടക്കുന്നതെന്നാണ്. എന്ന് വെച്ചാൽ സൂപ്പർമാൻ ആവാനുള്ള ഒരു മരുന്നെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആ മരുന്ന് കിട്ടിയാൽ നമ്മൾ സൂപ്പർമാൻ ആവുന്ന പവർ കിട്ടുമല്ലോ. അന്നേരം നമുക്ക് എല്ലാ സത്വത്തിനെയും അടിച്ചിടാനുള്ള ശക്തിയും കെൽപ്പും ഒക്കെ കിട്ടും. എന്താ നമ്മൾ ഹ്യൂമൻ ലാബിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്തായാലും ഇന്ന് സെക്യൂരിറ്റിയും ഡോക്ടർമാരും ഒന്നും ഇല്ല. നമുക്ക് എന്തായാലും കയറി എടുത്തിട്ട് വരാം കേട്ടോ. എന്തായാലും കേസ് നമ്മൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പോലീസ് അലർട്ടൊന്നും വന്നിട്ടില്ല, അത് ഭാഗ്യം. അല്ലെങ്കിൽ പോലീസിൽ നിന്ന് എസ്കേപ്പായി വരുമ്പോഴത്തേക്ക് ഈ സിറ്റി നശിക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ബേസിലോട്ട് പോവാട്ടാ. കേസ് നമ്മുടെ വണ്ടിയാണ്, നമുക്ക് ഇവിടെ ആയിട്ടങ്ങ് ഇടാട്ടാ. അതുകൊണ്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാട്ടാ. എന്നിട്ട് ലെസ്റ്ററിനോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഗായ്സ്, നമുക്ക് നേരെ കയറാം. ഗായ്സ്, ലെസ്റ്റർ നമുക്ക് ആ മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വീട്ടിൽ പോയിട്ട് എല്ലാത്തിനെയും അടിച്ചിടാം. ഗൈസ്, നമ്മളിതാ വന്നിട്ടുണ്ട് ഗായ്സ്. ഇവിടെ കിടന്ന ഒരു ഷാളും ഞാൻ പുറത്തെടുത്ത് കെട്ടിയിട്ടുണ്ട് സൂപ്പർമാൻ്റെ സ്റ്റൈലിന് വേണ്ടി. ഗായ്സ്, എൻ്റെ കണ്ണിൽ നിന്ന് ലേസറാണ് വരുന്നത്. എല്ലാ സത്വത്തിനെയും നമ്മൾ അടിച്ചിടുവാണ്. ചാവട ഗൈസ്, എല്ലാ സത്വത്തിനെയും നമ്മൾ അടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്, എല്ലാ സത്വത്തിനെയും. എന്തായാലും നമുക്ക് എല്ലാ സത്വത്തിനെയും അടിച്ച് കൊന്നേ പറ്റൂ. എല്ലാവരെയും ഞാൻ അടിച്ച് കൊല്ലും. പോടാ ഗൈസ്, നമുക്ക് എല്ലാത്തിനെയും അടിച്ചിടാം. ഗൈസ്, നമ്മളിതാ പിന്നെയും കുറേ അവന്മാരിവിടെ ഉണ്ട് ഗൈസ്. ഇവന്മാരെയും കൂടെ അടിച്ചിട്ടില്ലെങ്കിൽ വൻ സീനാവാനുള്ള സാധ്യതയുണ്ട്. ചാവട ഗെയ്സ്, യുവമാർ ചാവുന്നില്ല. ചാവട മര്യാദയ്ക്ക് ഗെയ്സ്. നമ്മൾ എല്ലാ സത്വത്തിനെയും കൊല്ലുവാണ് ഗെയ്സ്. ചാവട ഗെയ്സ്. അവിടെ ഒരു സത്വം ഗെയ്സ്. ഈ സത്വത്തിൻ്റെ തലയെ വെടിവെച്ചാലാണ് മരിക്കുന്നത് ലേസർ വെച്ച്. ഗെയ്സ്, നമുക്ക് നേരെ ഇവൻ്റെ തല ഫോക്കസ് ചെയ്ത് അങ്ങ് വെടിവെക്കാം. ഇവിടെ ചത്ത് ഗായ്സ് എല്ലാം.
ഗൈസ് ഇനി സത്വങ്ങൾ ഇവിടെ കാണാൻ ഉണ്ടോ എന്ന് തപ്പണം പോയി. എന്തായാലും നമ്മൾ സിറ്റിയിൽ പോയി തപ്പാം ഇനി സത്വങ്ങൾ ഉണ്ടോ എന്ന്. അന്നെങ്കിൽ അവന്മാരെയും കൂടെ കൊല്ലാം ഗൈസ്. ഇവന്മാരെങ്ങനെ വന്നേന്നറിയോ? നമ്മുടെ ഡെങ്കം ബോസ് എന്തോ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോഴാണ് ഇവന്മാർ ഇറങ്ങി തുടങ്ങിയത് ഗൈസ്. നമുക്ക് എല്ലാത്തിനെയും കൊല്ലാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡെങ്കനെ തീർക്കുന്നതായിരിക്കും. എന്തായാലും ആ വീഡിയോ കാണേണ്ടവർ കമൻറ്റ് ചെയ്യുക. ഡെങ്കനെ തീർക്കണോ വേണ്ടായോ എന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ ഡെങ്കം ബോസിനെ തീർക്കുന്നതായിരിക്കും ഗൈസ്. ഞാനാണ് ഈ സിറ്റിയുടെ രക്ഷകൻ എന്നും. നാടിന്നൻ മകനെ പൊന്മകനെ മുത്തായവനെ. ഗെയ്സ് നമ്മൾ പവറായിട്ടുണ്ട് ഗെയ്സ്. നമ്മൾ ഈ നാടിൻ്റെ കണ്ണിലുണ്ണിയായി സൂപ്പർമാനായി മാറിയിട്ടുണ്ട്. സൂപ്പർമാൻ ഫ്രാങ്ക്ലിൻ അമ്മച്ചി പവർ മഹാപവറാണ് ഗെയ്സ്. നമുക്ക് സൂപ്പറായിട്ട് പറക്കാൻ പറ്റുന്നുണ്ട് ഗെയ്സ്. നമുക്ക് നേരെ പറന്ന് പോവാട്ടെ ഗെയ്സ്. നമുക്ക് ഇതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ പറന്നങ്ങ് പോകാൻ പറ്റും. ഓഹോ സൂപ്പർമാൻ ഇടരി തിന്നും സൂപ്പർമാൻ ഗെയ്സ്. നമ്മൾ ആ പറന്നങ്ങ് പോവാണ് കേട്ടോ ഗെയ്സ്. എന്തായാലും ഇനി ഒരു ഷട്ടിയും കൂടെ മേടിക്കണം. സൂപ്പർമാൻ്റെ ഹൈലൈറ്റ് ആണല്ലോ അത്. എന്തായാലും അതും കൂടെ മേടിക്കണം ഇനി ഗായ്സ്. നമ്മൾ പേവറായി സൂപ്പർമാൻ ഫ്രാങ്ക്ലിൻ ഗായ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. റോഡ് ടു 100 ആണ് ഗെയ്സ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബൈ.